ഞങ്ങൾ പ്രേക്ഷകരുമായി നടത്തിയ സർവേ, ഒരു സർവേ എന്നതിന് പറയാൻ കഴിയുമോ എന്നറിയില്ല, 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് 49,000 പേർ. അതായത് 3 ലോക്സഭാ മണ്ഡലത്തിലെ ചോദ്യങ്ങളായിരുന്നു ഞങ്ങൾ ഉയർത്തിയത്. ആ ചോദ്യങ്ങൾ ഉയർത്തിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അവിടുത്തെ ട്രെൻഡ് എങ്ങനെയെന്ന് മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതായിരുന്നു. കാരണം ഈ സർവേയിൽ, ഇല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയ ആ പോളിൽ വോട്ട് ചെയ്തവർ എല്ലാവരും അതാത് മണ്ഡലത്തിലുള്ളവരാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ലോകമെമ്പാടുമുള്ള മലയാളികളിൽ ഒരു വിഭാഗമാണതിൽ പോൾ ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഞങ്ങൾ ചോദിച്ചത് തിരുവനന്തപുരത്ത് ആര് ജയിക്കുമെന്നാണ്. ആ പോളിൽ പങ്കെടുത്തത് 18,000 പേരായിരുന്നു. അതിൽ രാജീവ് ചന്ദ്രശേഖറിന് തന്നെയാണ് വലിയ മുൻതൂക്കം. തൊട്ടുപിന്നിൽ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും ഉണ്ടായിരുന്നു. പൊതുവെ വലതുപക്ഷാനുകൂലമായ വാർത്തകളാണ് ഇതിൽ നൽകുന്നതെന്ന് പലരും പറയാറുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രേക്ഷകരായിരിക്കും ഇതിൽ കൂടുതൽ. പക്ഷേ അത്തരത്തിലുള്ള പ്രേക്ഷകർ ഉണ്ടായിട്ട് പോലും ശശി തരൂരിനും പന്ന്യൻ രവീന്ദ്രനും വോട്ട് ചെയ്തവരും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി തിരുവനന്തപുരം മാറുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഒരു കോമ്പറ്റീഷനെ ജനം അങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അവിടെയും പന്ന്യൻ രവീന്ദ്രൻ വോട്ട് ചെയ്യാൻ ഇത്തരം വലതുപക്ഷം എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ വലതുപക്ഷ അനുകൂലമായി നിൽക്കുന്നത് എന്ന് മറ്റുള്ളവർ പറയുന്ന ഈ ചാനലിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനർത്ഥം LDFും അവിടെ ശക്തമായ ഒരു പോരാട്ടത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് ഞങ്ങൾ തൃശ്ശൂരെ കാര്യമായിരുന്നു ചോദിച്ചത്. അതിൽ വോട്ട് ചെയ്തത് 20,000 പേരാണ്. അവിടെയും സുരേഷ് ഗോപിക്ക് തന്നെയാണ് മേൽക്കൈ. രണ്ടാമതെത്തിയത് ശ്രീ സുനിൽകുമാർ. ഏതായാലും അടുത്ത ചോദ്യം നമ്മൾ പത്തനംതിട്ടയിലായിരുന്നു. അവിടെ ആര് ജയിക്കുമെന്നായിരുന്നില്ല നമ്മുടെ ചോദ്യം, ആര് രണ്ടാമനാകും എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് ആര് രണ്ടാമനാകുമെന്നുള്ള ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. ഒരു മത്സരത്തിൽ 3 പേരും ഒരുമിച്ച് ഫിനിഷ് ചെയ്യാറില്ല, ഒരാൾ മാത്രമാണ് ജയിക്കാറുള്ളത്. അപ്പോൾ അതിന് തൊട്ടു പിന്നിലെത്തുന്ന മറ്റൊരാളുണ്ടാകും. പക്ഷെ പത്തനംതിട്ടയെ സംബന്ധിച്ച ഒരു കൺഫ്യൂഷൻ പലയിടത്തും പരക്കുന്നുണ്ടായിരുന്നു. 2ാം സ്ഥാനത്തേക്ക് ഒരു BJPയും തോമസ് ഐസക്കും തമ്മിൽ നടത്തുന്ന ഒരു പോരാട്ടമാണ് എന്നുള്ളത്. പക്ഷേ രണ്ടാമനെ നമുക്ക് കൃത്യമായി കിട്ടിയാൽ ഒന്നാമൻ ആരെയെന്നോ, ഇല്ലെങ്കിൽ ഒന്നാമനെ രണ്ടാമന് മറികടക്കാൻ കഴിയുമോ എന്നും ക്ലിയർ ആകും. അതുകൊണ്ട് തന്നെയായിരുന്നു ആ ചോദ്യം ആ രീതിയിൽ തന്നെ ചോദിച്ചത്. അവിടെ അനിൽ ആൻ്റണി രണ്ടാമതെത്തുമെന്ന് പറഞ്ഞത് 27% പേരും, ഈ ആൻ്റണി രണ്ടാമതെത്തുമെന്ന് പറഞ്ഞത് 56% പേരുമാണ്. ഇവിടെ തോമസ് ഐസക്ക് രണ്ടാമതെത്തുമെന്ന് പറഞ്ഞത് കേവലം 17% പേരാണ്. അതായത് പത്തനംതിട്ടയിലെ മത്സരം ആൻ്റണിയും അനിൽ ആൻ്റണിയും തമ്മിലാണ് എന്നുള്ളത് വ്യക്തം. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഈ പോൾ ഞങ്ങൾ നടത്തുമ്പോൾ ഈ പോളിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും അതാത് മണ്ഡലങ്ങളിലുള്ളവരല്ല. ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉള്ളവർ ഈ പോളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ജനത്തിൻ്റെ ഒരു മനസ്സുണ്ട്, ജനത്തിൻ്റെ ഒരു പൾസുണ്ട്. മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് പോലെ തന്നെ സോഴ്സുകളുള്ളവർ തന്നെയാണ് എല്ലാവരും. കാരണം എല്ലാവരുടെയും റിലേറ്റീവ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെ മറ്റു പലരുമൊക്കെ പല മണ്ഡലങ്ങളിലും ഉണ്ടാവും. അവിടെ നിന്ന് ലഭിക്കുന്ന സോഴ്സും ആ പൾസുമാണ് ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന പ്രധാനപ്പെട്ട 2 ലോക്സഭാ മണ്ഡലങ്ങൾ തൃശ്ശൂരും തിരുവനന്തപുരവും തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തൃശ്ശൂർ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോഴിതിൻ്റെ സ്ഥാനം തിരുവനന്തപുരത്താണ്. ഒരുപക്ഷെ തൃശ്ശൂരിനേക്കാളും ക്ലോസ് ഫൈറ്റ് നടക്കുന്നവരിടം തിരുവനന്തപുരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഈ അനിൽ ആൻ്റണി വലിയ രീതിയിൽ തന്നെ വോട്ട് പിടിച്ച് മുന്നേറുന്നു. ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില മണ്ഡലങ്ങൾ കൂടി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവസാനത്തെ ലാപ്പിൽ കയറി വരുന്നൊരു കാഴ്ചയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പര്യടനം, ആ പര്യടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന ഇടങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ കോട്ടകളിലായിരുന്നു. ആ ഇടതുപക്ഷ കോട്ടകളിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കാനും അവരുടെ വാക്കുകൾ ശ്രവിക്കാനുമായി ഒരുപാട് പേർ ഒത്തുകൂടിയിരുന്നു. ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ടോപ്പ് ലീഡേഴ്സ് മാത്രം എത്തിയിരുന്ന ഇടങ്ങളാണ്. അന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് സമാനമായ രീതിയിലുള്ള ആൾക്കൂട്ടം അവിടങ്ങളിൽ രൂപപ്പെട്ട് കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വോട്ടായി മാറുമോ ഇല്ലയോ എന്നറിയില്ല. ശോഭാ സുരേന്ദ്രൻ ശക്തമായ രീതിയിൽ ഒരു മുൻപോട്ട് കുതിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മറ്റൊരിടം ഉള്ളത് പാലക്കാടും ആറ്റിങ്ങിലുമൊക്കെയാണ്. അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അവിടെ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് വിജയത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ആലപ്പുഴയിലെ കഥ ഞാൻ പറഞ്ഞത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ തിരുവനന്തപുരവും ഒപ്പം തന്നെ തൃശ്ശൂരുമൊന്നും അത്തരത്തിലുള്ള അല്ല. അവിടെ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ മറ്റുള്ളിടത്ത് അത് ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്നു. അതായത് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്തോറും, അതായത് ഇനി ആ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങളാണ്. ഈ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പല മണ്ഡലങ്ങളും മാറുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ,
പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്. ഇതിലെടുത്തു പറയേണ്ട ഒരു ലോക്സഭാ മണ്ഡലം ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ ഒരു കാലത്തും ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമല്ല. ഇവിടെ UDF ഉം LDF ഉം മാറി മാറി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. UDFന് അനുകൂലമായി ലോക്സഭയിൽ ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ കഴിഞ്ഞ നിയമസഭയിൽ LDFന് അനുകൂലമായി വിധി എഴുതിയ മണ്ഡലമാണ്. ഇവിടെ BJPക്ക് കാര്യമായ റോളൊന്നും ഉണ്ടായിരുന്ന മണ്ഡലമല്ല. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി നടത്തുന്ന മുന്നേറ്റം. അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അത് ഇടതുപക്ഷമായാലും കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളായാലും പറയുന്നത് വലിയ മുന്നേറ്റം തന്നെ അവർ നടത്തുന്നു എന്നാണ്. ഒരുപക്ഷെ ആലപ്പുഴയുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രനും വൈകിയാണെങ്കിലും ഇവിടുത്തെ BJP പ്രവർത്തകർക്കും കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും പിന്നെ പ്രതീക്ഷയോടെ നിൽക്കുന്ന പത്തനംതിട്ടയുമാണ്. പക്ഷേ പത്തനംതിട്ടയിൽ അത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളത് അവിടുത്തെ സാമുദായിക വോട്ടുകൾ തന്നെയാണ് നിർണായകമാകുന്നത്. അവിടുത്തെ 30-35% വരുന്ന സാമുദായിക വോട്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് എങ്ങോട്ട് മാറുന്നു അങ്ങോട്ടേക്ക് തന്നെയാകും വിജയം. കാരണം അവിടെ വിധി എഴുതുന്നത് അത്തരം വോട്ടുകളാണ്. സംഘടിതമായ അത്തരം വോട്ടുകൾ എങ്ങോട്ടേക്ക് മാറും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ആൻ്റോ ആൻ്റണിക്കും അനിൽ ആൻ്റണിക്കും ഇടയിലേക്ക് വിഭജിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നിലവിലുള്ളത്. തോമസ് ഐസക്കിന് 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകുന്നില്ല. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ വലിയ മികച്ച പോരാട്ടം തന്നെ കാഴ്ചവെക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ച് അതൊരു പ്രസ്റ്റീജ് മത്സരമാക്കി തന്നെ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു നിലയിലേക്ക് വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ 29% വരെയൊക്കെ പന്ന്യൻ രവീന്ദ്രൻ വോട്ട് പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്രയുമൊക്കെ ഒരു ശതമാനത്തിലേക്ക് എത്തുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. തൃശ്ശൂർ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. കെ മുരളീധരൻ വളരെ പിന്നിലായിരുന്ന കെ മുരളീധരനും കയറി വരുന്ന ഒരു കാഴ്ച, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കാഴ്ച. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്. പ്രേക്ഷകരുടെ കൂടി അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു പോൾ നടത്തിയതും ആ പോളിൽ നിന്ന് ഒരു അഭിപ്രായം ഞങ്ങൾ രൂപീകരിച്ചതും. അതല്ലാതെ ആര് ജയിക്കും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പകരം എന്താണ് പ്രേക്ഷകരുടെ ഉള്ളിലുള്ള ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് എന്താണ് എന്നറിയാൻ വേണ്ടി മാത്രമായിരുന്നു. ഏതായാലും ആ ഇൻപുട്ടും ഞങ്ങളുടെ കണ്ടെത്തിയ കാര്യങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെ സഞ്ചരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന അവസാന ദിവസങ്ങളിൽ ഒരു തവണ കൂടി ഇതുപോലെ ഒരു അപ്ഡേറ്റ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള ശ്രമത്തിലുമാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.